ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്ന സാഹചര്യങ്ങളിലോ ഒക്കെ ആ ഒരു സാഹചര്യമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ജോലി മാറി മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് പോകുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് ഉണ്ടാവും അങ്ങനെ ഫെയിലിയേഴ്സ് ഒന്നും നേരിടാത്തവർക്ക് പെട്ടെന്നൊരു ഫെയിലിയർ വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ടാവും. പക്ഷെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതായത് ആ സിറ്റുവേഷൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നറിയാതെ ഒന്ന് സ്റ്റക്കായി പോകുന്നവരുണ്ടാവും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് നമ്മളിൽ പലർക്കും കാണാറുണ്ട്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമുക്കൊരു ബുദ്ധിമുട്ട് നോർമലി എല്ലാവർക്കും തോന്നുന്നതാണ്. പക്ഷേങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് നോർമലി വരുന്ന സ്ട്രെസ് അല്ലാതെ നമ്മുടെ ലൈഫിനെ വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഇപ്പം ഇമോഷണലി നോക്കുകയാണെങ്കിലും ബിഹേവിയറലി നോക്കുകയാണെങ്കിലും ഒക്കെ നമ്മളെ വല്ലാതെ ഡൗൺ ആക്കി കളയാറുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. ഹായ്, എൻ്റെ പേര് ഹർഷ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു 26 വയസ്സുള്ള ഒരു ലേഡി ആയിരുന്നു. ആള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഈയിടെയാണ് ആൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് വേറൊരു സിറ്റിയിലോട്ട് മൂവ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു 2 മാസത്തിന് ശേഷമാണ് ആള് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്കിപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല, ഞാനിപ്പോൾ വല്ലാണ്ട് ഡൗൺ ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നിലക്കായിരുന്നു ആള് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, എന്താ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി, എൻ്റെ കൊളീഗ്സ് എല്ലാവരും പറയായിരുന്നു ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, എനർജറ്റിക് ആണ് എന്നുള്ള രീതിയിലൊക്കെ എപ്പോഴും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പറയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് ഇത് ഞാനിപ്പോൾ അടുത്താണ് ഒരു സിറ്റിയിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് എനിക്കിങ്ങനെ വല്ലാതെ ഡൗൺ ആയി തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ ആളുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ, രാവിലെ വർക്കിന് പോകുന്നു, വൈകുന്നേരം വരുന്നു, കട്ടിലേക്ക് കിടക്കുന്നു, ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിലോ ആരെങ്കിലും ഒരാളെ വിളിക്കാനാണെങ്കിലോ ഒന്നിനും എനിക്ക് താല്പര്യം തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. ആള് അതിന് മുന്നേ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിനോട്, ഫാമിലി റിലേറ്റീവ്സിനോട് എല്ലാവരോടും ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച് പഴകുന്ന ഒരാളായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം പറയുന്നത്, ഒരു ഫോൺ വന്നാൽ അത് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നാണ്. അത് മാക്സിമം എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ നോക്കുമോ അത്രത്തോളം ഞാൻ അവോയ്ഡ് ചെയ്ത് ഞാൻ ആ ഫോൺ മാറ്റി വെക്കും എന്നുള്ള രീതിയിലാണ് എത്തിയത്. അതുപോലെ തന്നെ എൻ്റെ പാരൻസിനൊക്കെ എനിക്കിപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാമല്ലോ ചെറിയൊരു സങ്കടം ഉണ്ടാവുന്നു, പക്ഷേങ്കിൽ എൻ്റെ പാരൻസിനൊന്നും ഇത്ര ഞാൻ മിസ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ഒരു ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വർക്ക് ലൈഫ് നോക്കുകയാണെങ്കിലോ എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ വർക്കിലാണെങ്കിലും തീരെ ഫോക്കസ് ഒന്നും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ ബോസ് 2-3 തവണയായിട്ട് എന്നെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഭാഗത്തുനിന്നും കംപ്ലയിൻസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെയാണ്, എല്ലാവരും എന്നെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതും. കാരണം ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ഡൗൺ ആയ സമയത്ത് എനിക്കും എങ്ങനെയാണിത് റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ആളുടെ ഉറക്കം നോക്കുകയാണെങ്കിലും നല്ല ഡിസ്റ്റർബ്ഡ് ആണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുന്ന സമയത്ത് എണീറ്റ് പോവുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വെറുതെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ വെറുതെ ആലോചിച്ച് കൂട്ടുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയായിരുന്നു. ആലോചിച്ച് കൂട്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഉറക്കവും വരുന്നില്ല എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേരൻസിനോടൊക്കെ പറയുന്ന സമയത്തും എല്ലാവരും പറയുന്നത്, അതൊന്നും പ്രശ്നമല്ല, ഒക്കെ റെഡി ആയിക്കോളും എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറയുന്നത്. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നും, ഞാനത് ഓവർ റിയാക്ട് ചെയ്യുകയാണോ എന്നൊക്കെ. പക്ഷേ ഞാൻ ഇങ്ങനെ അല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല, ഞാനിപ്പോൾ ഞാനല്ലാത്ത ഒരാളായിട്ടാണ് മാറിയിരിക്കുന്നത്, എനിക്കിപ്പോൾ ഒന്നിനും പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിലായിരുന്നു ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരുന്ന ബുദ്ധിമുട്ടാണ് ആൾക്ക് കണ്ടിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പുതിയൊരു ജോബ് കിട്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തോട്ട് താമസം മാറി വരുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് കോപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് ഈ ഒരു ലേഡിക്ക് കാണുന്നത്. ഇനിയിപ്പോൾ ഇത് മെയിനായിട്ട് വരുന്ന കുറച്ച് ലൈഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടിലോട്ട് എത്തുന്നത് നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് കുട്ടികളിലും മറ്റുമായിട്ട് നമുക്ക് സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ ഇങ്ങനെ മാറി വരുന്ന സാഹചര്യങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഈ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ടാവും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നോക്കുകയാണെങ്കിൽ ആളുടെ അച്ഛന് ട്രാൻസ്ഫർ വന്നെങ്ങാനും മറ്റൊരു സിറ്റിയിലോട്ട് മൂവ് ആവേണ്ടി വന്നു. ആ ഒരു സമയത്ത് ആൾക്കൊരു 17 വയസ്സായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ തൻ്റെ പഴയ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുക, പഴയ കോളേജിനെ മിസ് ചെയ്യുക, ഈ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റൊരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു മാരേജ് നോക്കാം. മാരേജ് നോക്കുന്ന സമയത്ത് അത്രയും കാലം ഈ ഒരു കുട്ടി ഈ ഒരു വീട്ടിലായിരിക്കും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. കുറേ കാലമായിട്ട് ഒരേ സാഹചര്യത്തിൽ വളർന്നു പോയിട്ടുള്ള ഒരാൾക്ക് മറ്റൊരു വീട്ടിലെത്തുന്ന സമയത്ത് അവിടുത്തെ കൾച്ചറും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ട് വരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ചിലതുണ്ടാവും, ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് ജോയിൻറ്റ് ഫാമിലിയിലോട്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ഒരു ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് പോകുന്ന സമയത്തോ ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ടാവും. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സ്. ഇപ്പോൾ അത്രയും കാലം ആ ഒരു പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് ആ ലൈഫിൽ നിന്ന് മാറി ജീവിക്കുന്ന സമയത്ത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരുന്നതുണ്ടാവും. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ബ്രേക്കപ്പും ഇതിൻ്റെ ഒരു സിമിലർ വേർഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ബ്രേക്കപ്പുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ വരുന്നവരുണ്ടാവും. ഇനി നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ഒരാളുടെ ഒരു വേർപാട് മൂലം, ഇപ്പോൾ ലൈക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ ഒരാളായിരുന്നു. ആൾക്ക് മുത്തശ്ശിയായിരുന്നു, അതായത് ആളുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു എല്ലാം. ചെറുപ്പം മുതലേ ഗ്രാൻഡ് മദർ ആണ് ആളെ വളർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ആളുടെ ഒരു വേർപാടിന് ശേഷം മറ്റാരുമായിട്ട് അത്ര കണക്ഷൻ ആൾക്കില്ല. അമ്മയുണ്ട്, അച്ഛനുണ്ട്, പക്ഷെങ്കിൽ എല്ലാം മുത്തശ്ശി ആയിരുന്നു. അന്നിപ്പോൾ ആ ഒരു സാഹചര്യം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാതെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരന്. ഇനി മറ്റൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജോലിയിൽ പ്രമോഷൻ കിട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റിയിലോട്ട് ജോലി കിട്ടി മാറിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ, ആ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. ഇനിയിപ്പോൾ ജോലിയിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ട് ആ സാഹചര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചെറുപ്പം മുതലേ ചില കുട്ടികളിൽ കാണാറുണ്ട്, തോൽവി എന്താണെന്ന് അറിയാതെ വളർന്നവരായിരിക്കും. അവർക്ക് പെട്ടെന്നൊരു ദിവസം ഇപ്പോൾ ചെറിയൊരു കാര്യത്തിലായിരിക്കും, ഒരു ക്ലാസ് ടെസ്റ്റിനാണെങ്കിൽ പോലും ചെറിയൊരു രീതിയിൽ മാർക്ക് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഫെയിലായി പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ട് ഇതാകുന്നവരുണ്ടാവും. ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ എൻ്റെ പേരൻസിനെ നിരാശപ്പെടുത്തി, ഒന്നും ചെയ്യാനില്ല, എനിക്ക് പഠിക്കാൻ ഇനി ആവൂല. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. അതായത് ഒരു ദിവസം പെട്ടെന്നായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവുക അങ്ങനെ വലിയൊരു രോഗം നമുക്കുണ്ട് എന്നുള്ള കാര്യം. ചിലപ്പോൾ അത് എങ്ങനെ അതിനെ നേരിടണം എന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തവരും ഉണ്ടാവും. ഇനി ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഒന്ന്, നമ്മൾ ഇമോഷണലി വല്ലാതെ ഡൗൺ ആയിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ആൾ ഭയങ്കര സാഡായിരിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിന് പോലും വല്ലാതെ കരയുന്നവരുണ്ടാവും. ചിലപ്പോൾ കാരണമൊന്നും വേണമെന്നുണ്ടാവില്ല ഇവർ കരയാനൊക്കെ, ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയുന്നവരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നവരാണ്. അല്ലെങ്കിൽ ചിലത് നോക്കുകയാണെങ്കിൽ വല്ലാതെ ഹോപ്പ്ലെസ്നെസ്സോ അല്ലെങ്കിൽ ഹെൽപ്ലെസ്നെസ്സോ ഒക്കെ ഫീൽ ചെയ്യുന്നവരുണ്ടാവും. ചിലരിൽ ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേടി കാണുന്നവരുണ്ടാവും. ഇങ്ങനെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നറിയാൻ പാടില്ലാത്തവരായിരിക്കും പലരും. ഇനി ചില ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോഷ്യൽ ഗ്യാതറിങ്സിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരുണ്ടാവും. ഇപ്പോൾ മറ്റുള്ളവരെ കാണാനൊന്നും അത്ര താല്പര്യം കാണിക്കാത്തവരോ, ചിലപ്പോൾ അതിൻ്റെ മുന്നേ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെങ്കിൽ ഈ ഒരു ടൈമിനോടല്ലേ ഫ്രണ്ട്സിനെ ആണെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ടാവും. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ
ഇനിയിപ്പോൾ ഇവർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് അവരുടെ പഠനത്തെ ഡിസ്റ്റർബ് ആവും, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നതാണെങ്കിൽ അവരുടെ അത് ജോലി അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടൊക്കെ കാണുന്നതുണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു കുട്ടിക്ക് ആ ഒരു ജോലിയിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ അവരുടെ ഉറക്കത്തിലാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലൊക്കെ വല്ലാത്ത ചേഞ്ചസ് തോന്നി തുടങ്ങും. ഇനി ഒരു ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ചിലരിലൊക്കെ ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കറക്റ്റായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടിലൂടെയും മറ്റും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മൂവ് ആവാൻ പറ്റുന്നതാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു ആബ്സെൻസ് മൂലം ഇത് ഡിപ്രഷനിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്നവരാണെങ്കിൽ ഒരു ആവശ്യമെങ്കിൽ അവരൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതൊക്കെ നന്നായിരിക്കും. ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്